ഹലോ നമസ്കാരം. ഒരു പുതിയ ഗെയിമിലേക്കാണ് നമ്മൾ തുടങ്ങുന്നത്. പ്ലാനറ്റ് സൂ എന്ന് പറയുന്നൊരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഗെയിം, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ ഞാനിത് ഗെയിം പഠിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തത് കാണുന്നത് ഒരു കരിയർ ഉണ്ട്, ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് ഉണ്ട്. പല സൂസും അറൗണ്ട് ദ വേൾഡ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ടൈം എനിക്ക് തോന്നുന്നത് എന്തോ സിനാരിയോ വെച്ചിട്ട് നമുക്ക് ക്ലോക്കിന് അഗെയിൻസ്റ്റ് നമ്മൾ കളിക്കുന്നതാണ്. ഒരു ചലഞ്ചുണ്ട്, സാൻഡ് ബോക്സ് ഉണ്ട്. സാൻഡ് ബോക്സിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒബ്വിയസ്ലി നമുക്ക് ഒരു കരിയർ നോക്കാം, കാരണം അപ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ കരിയർ വെച്ചിട്ട് പോകാം. അപ്പോൾ ആദ്യത്തേത് ട്യൂട്ടോറിയലാണ്, ഗുഡ്വിൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. Renovated and renamed after its purchase by Bernard Goodwin in 1980s. Goodwin House has since become one of the most respected zoos in the country. More recently, it has undergone a further renovation to update many of the habitats and facilities, but due to various issues, the work hasn't been quite completed, which is where you come in. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ ഇതിൻ്റെ ഓഡിയോ ഒരു കുറച്ച് കുറയ്ക്കാം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ നമുക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. എനിക്കറിയില്ല കൃത്യമായിട്ട്, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ആ ഗെയിമിലേക്ക് പോകാം. ഡിഫിക്കൽട്ടി ഞാൻ മീഡിയം തന്നെയാണ് ഇടുന്നത്. ഈസി, മീഡിയം, ഹാർഡ് ഉണ്ട്. തൽക്കാലം നമുക്ക് അയ്യോ പോയോ അത് എവിടെ പോയത്? ലെറ്റ്സ് ഗെറ്റ് ബാക്ക്. എന്താ എവിടെ പോയത്? ഓക്കെ, സ്റ്റാർട്ട് ന്യൂ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ന്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വെൻ ബിൽഡിംഗ് പാത്സ് യു ക്യാൻ ടോഗിൾ ഓൺ കർവ്ഡ് എലിവേഷൻ ടു ക്രിയേറ്റ് കർവ്ഡ് സ്ലോപ്സ് ആൻഡ് സ്റ്റെയർസ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോ പല ടിപ്പുകളും ഇങ്ങനെ ഈ സ്റ്റാർട്ടപ്പിൽ ഗെയിമിലുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്, അതിൻ്റെ ഒരു അപരിചിതത്വം എനിക്കുമുണ്ട്. സർഫസ് ലോക്ക് എൻഷുവേഴ്സ് ടെറൈൻ എഡിറ്റ്സ് ആർ റിലേറ്റീവ് ടു ദ സർഫസ് ഇനീഷ്യലി ക്ലിക്ക്ഡ് ഓൺ. ഓക്കെ, ട്രെയിനർ. അപ്പോൾ അതാ ഒരു പുതിയൊരു സൂവിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഓൾറെഡി ഉള്ളൊരു സൂ ആണ്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. Sorry about that. I have a habit of slipping back into the Planko language. It's good to finally meet you in person. I'm Bernard, although I insist you call me Bernie. The only person who calls me Bernard is my wife. And even then, only when I've tracked elephant dung into the carpets. Okay, so Bernie Goodwin ആണ് നമ്മുടെ ഒരു അസിസ്റ്റന്റ്. അല്ല, അസിസ്റ്റന്റ് അല്ല, പുള്ളിയാണത് ഓൺ ചെയ്യുന്നത്. Is the first zoo I ever opened, and a source of great pride for me. And prides, thanks to a lion breeding program we ran in the 80s. But we're in the middle of a big renovation, and that's where you come in. Sadly, our old contractor had to retire after developing a fur allergy. Poor devil kept sneezing his dentures into the lion habitat. So, it's up to you to finish everything off. Don't worry though, I'm not completely throwing you in at the deep end. My head keeper, Nancy Jones, will be lending a helping hand. Oh, she's a hard worker, and she'll expect you to be too. But I'm sure you'll get along like a house on fire. Even better, one that isn't on fire. Less shouting that way. Okay, അപ്പോൾ നാൻസി ജോൺസ് വന്നിട്ടുണ്ട്. I'm guessing you're Bernie's new hire. Good. Now, I hope you're ready to ditch your diploma because we're about to get really hands-on. But before we begin the real work, how about we familiarize you with the zoo by learning how to fly around it and visiting some of our beautiful animals. We'll start by popping over and having a look-see at the grizzly bears in their habitat. ഇതിപ്പം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൺട്രോൾസൊക്കെ ഒന്ന് നോക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഓക്കെ, ഗ്രിസ്ലി ബിയേഴ്സ് നമ്മൾ കിട്ടി. Can hibernate for up to 7 months a year. Oh, but then again, given the chance, I think a lot of people would do that too. നല്ല കൺട്രോൾസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല.
ഇൻഫർമേഷൻ പാനൽ വന്നു. This is where you can find out all kinds of information about ഓരോ your animal. ഇൻഫർമേഷൻ The most ഓരോ ആനിമലിനെ important കുറിച്ച് thing നമുക്ക് here is overall welfare. You'll നമുക്ക് learn more data ഉണ്ട്. about animal welfare today as we go through your objectives. But for now, let's enjoy this magnificent animal. Why don't you select the camera at the bottom of its information panel? ഇതാണ്ട് ക്യാമറ. ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനിമൽ കാണുന്നത് എന്താ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടിപൊളി. വാവ്, ദാറ്റ്സ് നൈസ്. Now, this is a fantastic way to get a close look at your animals. You can also get this view of an animal by simply double-clicking on it. Oh, nice. Okay, when you're ready, let's pop over to the other side of the zoo and take a look at the lions. I've marked their location for you to find. ഞാൻ എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ പുറത്തോട്ട് വന്നു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. എന്നിട്ട് പുറത്തോട്ട് വന്നു. അതാണ്ട് ഓക്കെ, ലയൻ്റെ ഹാബിറ്റാറ്റ് ഇവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. ഓക്കെ ഓക്കെ, കറക്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെയാണ് ലയൺ ഉള്ളതെന്നാണ് പറയുന്നത്. ലൊക്കേറ്റ് ദ വെസ്റ്റ് ആഫ്രിക്കൻ ലയൺ ഹാബിറ്റ്. West ഓക്കെ, African lion to you and me. Lions are the most social of the big cats, and there can be as many as 40 lions in a pride, although prides of that size are pretty rare. As Bernie would say, those lions are awesome, which is precisely why I handle training instead these days. Anyway, how about we get started on those objectives? Come on, let's head over to an empty habitat and see what needs doing there. പുറത്തോട്ട് എങ്ങനെ പോകും? ഓക്കെ, പുറത്തോട്ട് വന്നു. ഒരു എം ടി ഹാബിറ്റാറ്റ്, ലൊക്കേറ്റ് ആൻ എം ടി ഹാബിറ്റാറ്റ്. ഇത് എം ടി ആണോ? ഇവിടെ ആളുണ്ട്. എം ടി ഹാബിറ്റാറ്റ് ഇപ്പോൾ എവിടെ കണ്ടുപിടിക്കുക? ഇവിടെ ആനയുണ്ട്, അപ്പോൾ അത് എം ടി അല്ല. ഇവിടെ about this one? ഇതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു. ഇത് വുൾഫിൻ്റെ ഒരു സ്കൾപ്ചർ ഉണ്ട്. ലൊക്കേറ്റ് എൻ എംപ്റ്റി ഹാബിറ്റാറ്റ്. അതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ്ടേ ഇവിടെ അവർ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, ക്ലിക്ക് ചെയ്തു. അല്ല, ഹൗ ഡു വി ഡു ദാറ്റ്? അത് എവിടെയാണ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. As you can see, it's a lovely space for animals, but it's missing a certain something. Well, two somethings. Warthogs. So I'd like you to adopt a pair of them. To adopt animals, we need to open the animal market, which is in the animal trading section. Animal trading section to വന്നു. There we are, a pair of perfectly splendid warthogs for our zoo. Just click on them and select adopt from the side menu. Normally the animal exchange would be full of animals, but I've emptied out the market while you learn how it works. Okay, adopt here. The last thing I need is you accidentally ordering a dozen elephants. രണ്ടെണ്ണം അഡോപ്റ്റ് When ചെയ്തു. you adopt an animal, it's automatically placed in the trade animal centre, street. where they're held until you're ready to move them into their habitat, which, as it happens, you are. So how about you move them into their new home? Click to place. ഇതും ഇവിടേക്കാണ് സെൻഡ്. When you ask for an animal to be moved into a habitat, your caretakers will go to the trade centre, collect your animal and deliver them to your selected habitat. I've marked the trade centre's location, so let's go and watch the caretakers in action. ഇവിടെയാണ് നമ്മുടെ ട്രേഡ് സെൻറ്റർ. ഇവിടെ കൊണ്ടൊരു താണ്ട് ഇവിടെ താണ്ടെ ആള് കൊണ്ടുപോകണുണ്ടോ? As you can see, those caretakers don't hang about. They'll move those animals to their destination as fast as possible. പുള്ളി വേഗം Of കൊണ്ടുപോകുന്നുണ്ട്. course, normally we'd have to place the animals into quarantine before moving them into a habitat. But I am assured by a person of good standing that these warthogs are in the very rudest of health. Right, let's get the warthog's habitat finished up so we can keep them nice and happy. Perfect. You see, each animal in the zoo has an overall welfare statistic, basically how happy they are.
And that overall welfare statistic is itself comprised of 4 different areas: Nutrition, social health, habitat and enrichment. Luckily, if you select an animal, you'll bring up the Animal Welfare Information Panel, which we saw earlier, where you can see how they're doing. That way, you'll know exactly what areas need to be addressed. Don't worry if that's a lot to remember. You can always check the Zoopedia for more information. Let's start by making sure we're taking care of the warthog's nutrition welfare. To do ഇതുവരെ this, പഠിക്കാനുണ്ട്. we need to place a അതുകൊണ്ട് food station and a drinking ഫീഡിംഗ് station. സ്റ്റേഷൻ ഒരെണ്ണുണ്ടാക്കണം, Now, വാട്ടർ സ്റ്റേഷനും each വേണം. animal requires a different type of feeding station. Place And for a the feeding warthogs, station. It's a small feeding trough. So let's add one of those and a water bowl. സ്മോൾ ഫീഡിംഗ് സ്റ്റേഷൻ ഇവിടെ വെക്കാം. ഒരു വാട്ടർ ബോളും വെക്കണം. Animals also require stimulation to keep them happy. Let's Okay. add a lovely mud bath for the warthogs to roll around in. That bath will count towards their enrichment welfare, specifically their toy enrichment welfare. എൻറിച്ച്മെൻറ്റ് ടോയ്. ഓക്കെ, ഇതാണ് മഡ് ബാത്ത്. എവിടെ വയ്ക്കും? ഇവിടെ വയ്ക്കണം. Oh, Vechu. nice work. You've got a knack for this, I see. Now, our contractor had to leave in a hurry, so this place is in a feral state. Unfinished thingamajigs and what's-its all over the shop. But the first thing we need to finish is the ostrich habitat. It's over near the hippos. സോ ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇവർ രണ്ടുപേരും ഓക്കെ ആയി. കംപ്ലീറ്റ് ദ കോമൺ ഓസ്ട്രിച്ച് ഹാബിറ്റാറ്റിൽ പോകണം. അവിടെ പോയിട്ട് 4 കോമൺ ഓസ്ട്രിച്ചിന് വാങ്ങിച്ച് വെക്കണം. അത് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം അതെവിടെയെന്ന് കണ്ടുപിടിക്കണം. ഇതാണ്ട് ഇവിടെയാണ്. ഒരു ചെറിയ ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതിലെ. ഈ ആൾക്കാർക്ക് പോകാനുള്ള ട്രെയിനൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഓരോ സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് മറ്റേ എൻഡിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട്. ഇപ്പോൾ വലിയൊരു സൂ ആണത്. അപ്പോൾ ഇവിടെ ഹാബിറ്റാറ്റ് അല്ല, നമ്മൾ ഇത് കഴിഞ്ഞു. Oh, before we actually start building our ostrich habitat, let's pause the pause. game. Just click the pause button in the bottom right Pause ചെയ്തു. corner. That's more like it. A quick break. Sometimes it's a good idea to pause the game whilst you're doing something which requires your concentration, because it'll stop the zoo spinning out of control while you're looking the other way. Let's keep the game paused while we get this ostrich habitat built. ഓക്കെ, പോസിലാണ് കളിക്കുന്നത്. Job number 1 here is to add a habitat gate before we complete the barrier. Okay. Every habitat needs a habitat gate. After all, how else would the keepers get in and out? ഓക്കെ, Just make sure it's hooked up to the path so the keepers can reach it. അപ്പോൾ ഒരു ഗേറ്റ് വെക്കണം. Right. അത് Let's വെച്ചു. complete the perimeter barrier so we can adopt us some ostriches. I've marked out an area for you to use, so I'd like you to finish off the perimeter using the brick barrier. ഓക്കെ, ബ്രിക്ക് ബാരിയർ വെച്ചിട്ട് ഇതങ്ങോട്ട് പണിത് തീർക്കുക. Good work. Remember, before you can place animals in any habitat, it has to have a full loop of connected അപ്പം barrier. അങ്ങനെ ബാരിയർ Now, ഉണ്ടാക്കി നമ്മൾ you've probably ബാരിയർ ആക്കി. noticed that guests can't actually see into this habitat at the moment. At least not without a step ladder. But seeing as they're banned, I'd like you to select a piece of barrier and swap out the brick for a glass barrier so the guests can see in. ഓക്കെ, അപ്പം റീപ്ലേസ് ആണോ? എങ്ങനെയാണിത്? ഗ്ലാസ് ബാരിയർ വെക്കണമെങ്കിൽ ഓ
ശരിയായില്ലല്ലോ. ഗ്ലാസ് ബാരിയർ വെക്കാനായിട്ട് റീപ്ലേസ് എ സെക്ഷൻ വിത്ത് ഗ്ലാസ്. ശരിയാവുന്നില്ലല്ലോ. ഇവിടെ മുതൽ അതെന്താ വരാത്ത ശരിയാവാത്ത? ഓക്കെ, അത് ശരിയായിട്ടില്ല. അപ്പം നമുക്ക് ഇതാണ് ഗ്ലാസ്, നോട്ട് ക്ലൈംബിൾ. വെച്ചോ? അതും പറ്റിയിട്ടില്ല. എന്ത് കഥ മനസ്സിലാവുന്നില്ല അങ്ങനെയാണെന്ന്. ഓക്കെ, ഹൗ ടു ഡു ഇറ്റ്? കൺസ്ട്രക്ഷൻ, റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എവിടെയെങ്കിലും ബട്ടൺ ഉണ്ടോ? ബട്ടൺ കാണുന്നില്ല. കുറച്ച് ശടാ. Any place animals in any habitat, it has to have a full loop of connected barrier. Okay. Now, you've probably noticed that guests can't actually see into this habitat at the moment. At least not without a stepladder. But seeing as they're banned, I'd like you to select a piece of barrier and swap out the brick for a glass barrier so the guests can see in. ഇതാണോ സ്വാപ്പിൻ്റെ ബട്ടൺ? ചേട്ടാ, ഇതെന്താണത്? ഇത് വർക്ക് ചെയ്യുന്നില്ല. അത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല കംപ്ലീറ്റ് ആയിട്ട്. ഇത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് വേറെ വയ്ക്കാനും പറ്റുമോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കൺസ്ട്രക്ഷൻ ഏതെങ്കിലും തരത്തിൽ ഇത് കളയാൻ പറ്റുമോ? ഇതിപ്പോൾ നമ്മൾ സ്റ്റക്കായി എന്നുള്ളതാണ് സത്യത്തിൽ. ഗെയിം മുന്നോട്ട് പോകണില്ല. ട്രൈങ് ടു അതെങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമ്മളാകെ തൃശങ്കു സ്വർഗത്തിലായ പോലെ ആയിപ്പോയല്ലോ. അപ്പോൾ ഇതാണ് ഗ്ലാസ്, അല്ല അത് ഗേറ്റാണ്. ഇത് എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിപ്പം There we go. Oh, okay. Adding in more Click ചെയ്തു. windows gives guests even more opportunities to see the animals in a habitat. Oh, It's always ഭണ്ഡാരം. best ഇത് to make വലിയ sure the പടങ്ങറായി guests can പോയായിരുന്നു. get a good view into a habitat from the path they're walking on, because it makes them happy, and because this would be a pretty terrible zoo if they couldn't. The last thing we need to do is to add a donation box. You see, when guests enjoy the view of an animal, they'll make a donation. Just make sure you put them in easy-to-reach places, like near a viewing point. Donation boxes are one of the main sources of income for the zoo, so make sure you remember them. ഇവിടെ വയ്ക്കാം, ഡൊണേഷൻ ബോക്സ് വയ്ക്കാം. Now, before we adopt the ostriches, you should click the play button. After all, if the game's paused, then so are our caretakers, which will make it a bit tricky for them to deliver the ostriches, eh? Okay.
By the way, as well as pausing the game, you can speed the game up by clicking on the fast forward button. It'll run everything at 2 times and 5 times faster. It can be useful, especially if you're waiting for money to accumulate or for animals to be delivered to your habitat. Personally, I use it when I'm waiting for a brew to finish. All right, you've finished the habitat, so it's time we high time adopt. we adopted those ostriches, don't you think? അപ്പോൾ Let's get പോയിട്ട് 4 of them in here. ആനിമൽ ട്രെയിനിങ്ങിൽ വന്നു. സ്റ്റോർഡ് ആനിമൽസ് ഓസ്ട്രിച്ച് അല്ലേ 1 2 3 4. ഓക്കെ, സോ 1 അഡോപ്റ്റ്, 2 അഡോപ്റ്റ്, മൂന്നാമത്തത് അഡോപ്റ്റ്, നാലാമത്തത് അഡോപ്റ്റ്. 4 അഡോപ്റ്റ് ചെയ്തു. 4 സെൻഡ് ടു സൂ. ഇവിടെ ഓപ്പൺ ആനിമൽ സ്റ്റോറേജ്. അല്ല, ഓപ്പൺ ആനിമൽ സ്റ്റോറേജിൽ പോകണം. ഓക്കെ, സെൻഡ് ടു സൂ. ഇവിടെ വരാം. ഡെലിവറി സ്കെഡ്യൂൾഡ്. ഇനി അടുത്തത് സെൻഡ് ടു സൂ. ഇവിടെ വരാൻ പറഞ്ഞു. അവസാനത്തെ നാലാമത്തത് ഇവിടെ വരാൻ While പറഞ്ഞു. we wait for them to be collected by the caretakers and brought to the habitat, you should get it ready for them. Add a suitable feeding station, ഫുഡും water station, വാട്ടറും and an appropriate food എൻറിച്ച്മെൻ്റ് enrichment ഐറ്റം. item. It's often ഓസ്ട്രിച്ച്. best to place things like enrichments and feeding stations near to the habitat perimeter, so guests can get a really good view of the animals. അപ്പോൾ അതെവിടുന്ന് ഓസ്ട്രിച്ച് വന്നു. ഒരെണ്ണം വന്നിട്ടുണ്ട്. ഹാബിറ്റാറ്റ്, അതിന് കഴിക്കാനുള്ള ഫുഡ്, അതിന് കഴിക്കാനുള്ള വെള്ളം. അതിൻ്റെ അല്ല, ഇതെന്താണ്? ഇത് സ്ലോ ഫീഡറാണ് ഇത്. ഓക്കെ, Oh, good to see the അപ്പോൾ ostriches have somewhere. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ എന്താണ് ബ്രോൺസ് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 43 miles per hour? Oh, heaven forbid they ever Items escape. unlocked, reward The statue, speed camera brown finds lines, alone pause, would continue. bankrupt us. Well, Bernie certainly seems impressed. Did he do his speed camera joke? Every time we get an ostrich. So, now we've made the ostriches' lives a bit better, let's do the same for the keepers, shall we? To make it easier for the keepers to feed the ostriches and hippos, we should build a new keeper hut. Keeper huts are where the keepers prepare the food for animals. So they should be placed near to the habitats to make sure the keepers don't waste their time walking when they should be looking after the animals. ഒരു കീപ്പർ ഹൗസ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കീപ്പർ ഹൗസ് ഉണ്ടാക്കാം. 2 ഉണ്ട്. ക്ലാസിക് കീപ്പർ ഹട്ട്, സ്മോൾ പ്ലാൻ സൂ കീപ്പർ You'll ഹട്ട്. need to rotate the keeper hut to get it to connect up to the path. റൊട്ടേറ്റ് എന്ന് പറയുന്നത് Z ആണ്. Z++. റൊട്ടേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, തെറ്റിപ്പോയാ? ഓക്കെ, കറക്റ്റ് വന്നു. This keeper hut only has space for one keeper. One keeper. But the larger keeper hut can allow multiple keepers to prepare food at the same time. Oh, but bear in mind that keeper huts and other staff facilities shouldn't be placed near to areas where there are lots of guests. Guests don't like seeing facility buildings, and it can affect their happiness negatively. In case that wasn't clear.
Something that all facilities, shops, and a whole host of other objects need is power. Power. And that And that is obviously obvious. includes your newly built keeper hut. So let's place a transformer next to it, shall we? Transformer വെക്കണം. Now, the reason everything has gone blue is because you're using the power heat map. This map allows you to see what is and what isn't powered in your zoo. So, once you've placed your transformer, you can click in the bottom left to turn the heat map off. Okay. Lovely work. Now the keepers can start using Perfect. the hut to ഒരു prepare transformer food. വെച്ചു. And thanks to where you've put it, they won't need to walk very far to deliver it to the ostriches and hippos. Let's get on to your next objective then. Bengal tigers. We want to adopt some, but I'm afraid there's nothing ready for them yet. Okay. Head on അടുത്തത് over to the plot of land I've ബംഗാൾ marked ടൈഗർ out. It's not വരുത്തണം. too far 2 away. ടൈഗറിനെ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ അത് എവിടെയാണെന്ന് നോക്കാം. സ്ഥലം നോക്കാം. ആദ്യം സ്ഥലം നമ്മൾ ഇവിടെയാണ്. ഓക്കെ, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്താണ്. Your next job is to build a habitat from scratch. And concrete and glass, I expect. So, go ahead and build it. Just make sure that the habitat includes that big hole we've dug. Oh, and don't forget to add a habitat gate to the barrier. ഓക്കെ, അപ്പം നമ്മൾ Oh, and make sure the guests will be able to see the tigers. ബാരിയർ ഉണ്ടാക്കി. ഗ്ലാസ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഉള്ള കുറച്ച് ഭാഗം വയ്ക്കാം. പിന്നെ കോൺക്രീറ്റ് വെച്ചിട്ട് ബാക്കി ഭാഗം അങ്ങോട്ടേക്ക് കോൺക്രീറ്റ് വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ അത് പണിത് പോവാം. ആ സൈഡിൽ വീണ്ടും ഗ്ലാസ് വയ്ക്കാം, കാരണം ആൾക്കാർക്ക് കാണാമല്ലോ. അപ്പം ഗ്ലാസ്സിൽ okay, it's okay, almost done. ഓക്കെ, അത് കുറച്ച് കൂടുതൽ ആയിപ്പോയോ എന്നുള്ള സംശയം മാത്രം എനിക്കുണ്ട്. എന്നാലും ഇനിയൊരു ഗേറ്റ് വെക്കണം. അപ്പം ബാരിയർ, ഹാബിറ്റാറ്റ്, ഗേറ്റ് അവിടെ ഗേറ്റ് ഗേറ്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. Now, Bernie takes safety very seriously at his zoos, so we should probably make sure those tigers can't jump out of their habitat, don't you think? The way we'll do it is by changing the height of the habitat's barrier. Okay. Then, you should start by double-clicking the habitat barrier, which will take you into barrier editing mode. Great. Now, highlight the entire perimeter of the habitat. You can do that by clicking and dragging the barrier selection tool. Okay. എന്താണ് പറ്റിയത്? അത് ശരിയായില്ല. റീപ്ലേ ദ ഡയലോഗ്. Now highlight the entire perimeter of the habitat. You can do that by clicking and dragging the barrier selection tool. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇത് ശരിയാവുന്നില്ല.
ഓക്കെ ആൻഡ് ഹൈറ്റ് എഡിറ്റ് ചെയ്യണോ? എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ ഹൈറ്റ് സ്നാപ്പ് ഹൈറ്റ് ഐ എം നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ഒന്നും കൂടി നോക്കാം. ഹൈറ്റ് Now highlight the entire entire perimeter of perimeter. the habitat. You can do that by clicking and dragging the barrier selection tool. ക്ലിക്കിംഗ് ആൻഡ് ഡ്രാഗിങ് ദ ബാരിയർ സെലക്ഷൻ ടൂൾ. മനസ്സിലായില്ല. ഡ്രാഗ് ദിസ് വിഡ്ജറ്റ്. Oh. Drag this widget ശരിയാവുന്നില്ലല്ലോ. ആകെ മൊത്തം കോംപ്ലിക്കേഷൻ ആയോ? സെലക്ട് ദിസ് വിഡ്ജറ്റ് ടു സെലക്ട് ദ ഹാബിറ്റാറ്റ് ബാരിയർ. Hmm. 3.7 ആക്കണം. അപ്പോൾ അത് ശരിയായോ? എനിക്കിപ്പോഴും അത് വർക്ക് ചെയ്തിട്ടില്ല. അതെന്താണ്? എഡിറ്റ് ബാരിയർ. Drag this widget to select the barrier. 3.7 ആയിട്ടുണ്ടല്ലോ. അപ്പം അതെല്ലായിടത്തും ആയില്ലേ? 3.7 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താണ് പ്രശ്നം? സെറ്റ് ബൗണ്ടറി ടു 3.70 മീറ്റർ ഹൈ. ത്രീ 3.7 ആയിട്ടുണ്ടല്ലോ. അവിടെ ഒന്നും ആയിട്ടില്ല. Make sure it is എല്ലായിടത്തും ആവണ്ടേ. ത്രീ 3.70 ഇവിടെയൊക്കെ 3.70 ആണ്. ഈ ഭാഗത്ത് മാത്രം എന്താവാത്ത? 3.70 ആണല്ലോ എല്ലായിടത്തും. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ അത് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ 4 ആക്കിയിട്ടുണ്ട്. പ്ലേസ് ഡൊണേഷൻ ബോക്സ്. ഇതാകെ കോംപ്ലിക്കേഷൻ ആയല്ലോ. ഇത് ഉദ്ദേശിക്കുന്ന പോലെ തന്നെയല്ലേ കളിച്ചത്. പിന്നെന്താ പ്രശ്നം? എഡിറ്റ് ബാരിയർ, ആംഗിൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അഡാപ്റ്റ്. അത് വളരെ കഷ്ടമായിപ്പോയി. എന്താണെന്ന് വെച്ചിട്ട് സ്റ്റക്കായിട്ടുണ്ട്. നമ്മളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പക്ഷേ ഹൈറ്റ് ഉണ്ടല്ലോ. ഇവിടെ ഒന്നും കുഴപ്പമില്ല.
ഇവിടെ എല്ലാം ഹൈറ്റ് ഉണ്ട്. ഇതിനൊക്കെ ഹൈറ്റ് ഉണ്ട്. ഞാൻ സുല്ലു പറയാന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാകെ കൊളാപ്സ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തിയിട്ടുണ്ട്. കാരണം പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിവിടുത്തെ സ്റ്റക്കായി കിടക്കുകയാണ്. ഒന്നുകൂടി നോക്കിക്കളയാം. .70 മീറ്റർ അടിക്കാനാണ് പറഞ്ഞേക്കണത്. 3.70 മീറ്ററിനേക്കാളും മേലെ അടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ. കളയാൻ നല്ല വൃത്തിയുണ്ടോ, എങ്ങനെ കളയാന്നുള്ളത് അറിയത്തില്ല. എഡിറ്റ് ബാരിയർ, ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ് ഞാൻ കളയാണിപ്പോൾ. അപ്പോൾ അതല്ലാണ്ട് എനിക്ക് വേറെ നിർത്തി കാണുന്നില്ല. എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തോ ഗെയിമിൽ ബഗ്ഗാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ബ്രിക്ക് വെച്ചിട്ടൊരു ഇതുണ്ടാക്കാം. ഓക്കെ, അത്രയായി. ബാരിയർ, എൻട്രൻസ്. ഓക്കെ, ബെറ്റർ എൻട്രൻസ് വെച്ചു. ഇനി എല്ലാം കംപ്ലീറ്റ് മൊത്തം എഡിറ്റ് ബാരിയർ ചെയ്ത് ഹൈറ്റ് കൂട്ടണം. മൊത്തം എടുത്തിട്ട് മൊത്തം Now you've got all of the perimeter selected, you can increase the height of it by clicking and dragging the barrier height tool upwards. You want to make sure it reaches a height of at least 3.7 meters. Okay. Now that the habitat is in perfect. place, don't forget to put down a donation box in the areas. We need കുറേ സമയം കളഞ്ഞു നമ്മുടെ. Especially as these tigers aren't exactly eating instant noodles for lunch.
Okay, that's the habitat boundary complete, the habitat gate's in place, and most importantly, the tigers won't be able to jump out of it anymore. I Okay. think it's time we adopted those ആനിമൽസിന് tigers. എടുക്കുക. ആൻഡ് ആനിമൽസ് 2 എണ്ണത്തിന് നമുക്ക് 2 ബംഗാൾ ടൈഗർ അഡോപ്റ്റ്. ഇതിനെ അഡാപ്റ്റ് ചെയ്തു. സെൻറ്റ് സൂ ഇങ്ങോട്ട്. മറ്റേത് രണ്ടാമത്തത് ഇവിടെ ഉണ്ട്. അതിനെ സെൻറ്റ് സൂ ഇങ്ങോട്ട് കൊണ്ടുവരാം. Whilst our trusty caretakers collect and deliver the tigers, let's take a look at preparing the habitat for their arrival. We'll start with the basics. ഓക്കെ. ഫീഡിങ് സ്റ്റേഷൻ വയ്ക്കുക. ഫീഡിങ് സ്റ്റേഷൻ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ആനിമൽ ഹാബിറ്റാറ്റിലാണ്. ഫുഡ് ട്രേ ലാർജ്. ഓക്കെ, അതൊരെണ്ണം വെച്ചു. This time, instead of adding a water bowl, let's try something different. Okay, some animals need pool pool. in their habitat so they can go for a swim, but they can also use it to drink from. Okay. All you have to do is make sure the banks of the pool have a gentle slope so they can easily get a nice, refreshing drink. Okay. There's already a pool excavated, but you still need to fill it with water. Okay. You should do that by going into terrain and selecting the water tool. ടെറൈൻ എവിടെയാണ്? ടെറൈൻ എടുത്തിട്ട് ടെറൈൻ എടുത്തു. വെള്ളത്തിൻ്റെ ടൂൾ എടുക്കുക. ഈ വെള്ളം എടുക്കുക, ഇവിടെ ഇടുക. Yes, that'll do nicely. Of course, just like the warthogs and ostriches, these tigers will also need some enrichment. Why don't you add some suitable toy and food enrichment items into their habitats? ഓക്കെ, അപ്പോൾ ഹാബിറ്റാറ്റിൽ വന്നു. അവർക്ക് ഫ്രോസൺ ലംകിൻ, റബ്ബിംഗ് പാഡ്. Okay, it's really starting to take shape. Now, the tigers will need a shelter in their habitat so they can hide from the guests, or more likely the bad weather. Although given that we're in England, you might want to think of that just as normal weather. Go on, add a shelter to their habitat. Okay. You can either build one from various suitable bits and bobs, or if you like, just pop down the blueprint that I've already built for you. ഓക്കെ, വെച്ചിട്ടുണ്ട്. Oh, poor Dabs. I'm sure it can't have escaped your attention that the tigers look a bit miffed. That's because they aren't too keen on the type of terrain. ടെറൈൻ കൊള്ളൂല, അപ്പോൾ ടെറൈൻ മാറ്റണം. Select a tiger and bring up its information panel. ഓക്കെ. Rightio. Click on the terrain tab. That way you can view the terrain information and see how they feel about Grass different types long of വേണം. terrain. Soil. That'll tell you what the tigers need more of or less of in this habitat. Okay then, open the terrain editing tool, select painting, and give them some more soil. Yes, that should help with the habitat part of their welfare. സോയിൽ കൊടുക്കണം കുറച്ച്. സോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടെറൈൻ കഴിഞ്ഞു. ലോങ് ഗ്രാസ് കൊടുക്കണം കുറച്ച്. എവിടെയാണ്? ഇൻക്രീസ് ടെറൈൻ വെൽഫെയർ ടു 100%. അപ്പോൾ ഇവരുടെ ടെറൈൻ 66% ആണ്. ഇത്രയും വേണ്ട. അപ്പോൾ ടെറൈൻ വന്നിട്ട് കുറച്ച് സോയിലേ വേണ്ടു. ഇതിപ്പോൾ ഒന്നും കറക്റ്റ് ആവുന്നില്ലല്ലോ.
ഗ്രാസ് ഷോർട്ട് വേണം. അപ്പോൾ അത് കുറയുന്നു. റോക്ക് 6% വേണ്ടു. സാൻഡ് വേണ്ട. സാൻഡ് എവിടെയുള്ളത് തന്നെ? എങ്ങനെയപ്പോൾ ഇത് ശരിയാവാത്തത് എന്താണെന്നുള്ളത്? കുറച്ച് ഗ്രാസ് ഷോർട്ടുള്ളത് കുറച്ച് കൊടുക്കണം. സോയിൽ കുറച്ച് കൊടുക്കണം. ഷോർട്ട് കുറച്ച് ലോങ് കൂട്ടണം. എവിടെയാ കുറച്ച് റോക്ക് ഉണ്ടല്ലോ, അതെവിടെയാത്? ചേട്ടാ ലോങ് വേണം. $83, $85, $86, $87, $88, $89, $90. $92, $93, $94, $96, $97. $100. അപ്പോൾ അത് കഴിഞ്ഞു. പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ അതോടെ അത് കഴിഞ്ഞ് കിട്ടി. സെനാരിയോ അൺലോക്ക്ഡ്. കണ്ടിന്യൂ. Okay. Still, those tigers look so happy that I doubt they'd leave, even if you did poke a hole in their fence. Oh, but for heaven's sake, don't test that theory. Okay. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഞാൻ അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം സമയം ഒരുപാട് അതിചരിച്ചു. ആദ്യത്തെ എപ്പിസോഡാണ്. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കളിച്ചത്, കാരണം ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ എനിക്കും കൺട്രോൾസും കാര്യങ്ങളൊക്കെ ശരിക്കും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കളിച്ചു പോകാൻ പറ്റും തോന്നുന്നു. എന്തായാലും ഇതാണ് ഗെയിം. ഒരു സൂ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു സൂവിൻ്റെ കാര്യങ്ങളൊക്കെ സകലമാന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു ഗെയിമിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.